ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ വന്ന ഒരു നിർദ്ദേശമാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറക്കാനുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനമാണ്. അതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. ഇന്ന് നിയമസഭയിലും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഈ പ്രഖ്യാപനത്തിനെതിരെ അങ്ങനെ ഒന്നും നടപ്പാക്കാൻ പാടില്ല എന്നതിന് അനുകൂലമായി എല്ലാ സാമുദായിക സംഘടനകളും മദ്യവിരുദ്ധ സമിതിയും പൊതുജനങ്ങളും ഒക്കെ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായും ഇത് ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം ആണ് എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനം കൊണ്ട് അത് നിയമമാകുന്നില്ല. അത് ഏത് മുന്നണിയാണോ ഭരിക്കുന്നത് എങ്കിൽ ആ മുന്നണി അത് പാർട്ടികളിലൊക്കെ അവരുടെ സംവിധാനത്തിലൊക്കെ ചർച്ച ചെയ്ത് അതിനുശേഷം മന്ത്രിസഭ ചർച്ച ചെയ്ത് ഒക്കെയാണ് അത് നിയമത്തിന്റെ വഴികളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇതൊരു പ്രഖ്യാപനം മാത്രമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത് ഒരു കാരണവശാലും നടപ്പാക്കാനും സാധ്യതയില്ല. കാരണം ഇന്ന് കോൺഗ്രസിന്റെ സീനിയർ നേതാവ് VM സുധീരൻ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും UDFന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ ഈ പ്രഖ്യാപനം നടപ്പാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നെ കരിമണൽ ഖനനത്തെ കുറിച്ചും ആ കത്തിൽ പരാമർശമുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുക എന്നതാണ് ഈ ബഡ്ജറ്റിലെ നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറവിൽ അത് വിപണിയിലെത്തും. അങ്ങനെ ആവുമ്പോൾ അത് തേടി യുവസമൂഹങ്ങളൊക്കെ അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ചർച്ച. ശരിയാണ്, തീർച്ചയായും അങ്ങനെ ഒരു സാധ്യത അതിലുണ്ട്. കാര്യം വീര്യം കുറഞ്ഞത് ഉപയോഗിച്ച് പിന്നെ വീര്യം കൂടിയതിലേക്ക് നമ്മുടെ യുവത എത്തിപ്പെടും എന്ന ഒരു ആശങ്ക എല്ലാ മേഖലയിൽ നിന്നും പങ്കുവെക്കപ്പെടുന്നു. അത് തീർച്ചയായും അത് ശരിയുമാണ്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളും അഭ്യർത്ഥിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ശരിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം വീര്യം കുറഞ്ഞ ഒരു മദ്യം വിപണിയിൽ ലഭ്യമാകുമ്പോൾ എന്താണ് ഇതിന്റെ ടേസ്റ്റ് കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി നമ്മുടെ യുവസമൂഹം, അതിന് വിലയും കുറവ് വരുമ്പോൾ, വില കുറവ് എന്ന് പറഞ്ഞാൽ അതിപ്പോ എങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നു എന്ന് അറിഞ്ഞൂടാ എങ്കിലും ഒരു ഉദാഹരണത്തിന് ഒരു 50-60 രൂപ 100 രൂപക്കൊക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടികളൊക്കെ അത് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനേക്കാൾ ലഹരി കൂടിയതിലേക്കാണ് പിന്നെ അവർ പോവുകയുള്ളൂ. അപ്പോൾ ഏതായാലും ഈ മദ്യം കുറച്ചു കൊണ്ടുവരിക എന്നതാണ് UDFന്റെ നയം. മദ്യം നിർത്തലാക്കുക എന്നതല്ല, മദ്യം കുറച്ചു കൊണ്ടുവരിക എന്നതാണ്. കാരണം മദ്യം നിർത്തലാക്കിയത് കൊണ്ട് അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത് വൻ വിജയമായി മാറിയിട്ടില്ല. നിർത്തലാക്കിയ സംസ്ഥാനങ്ങളിലും വ്യാജമദ്യങ്ങളും മറ്റും ഒക്കെ ഇറങ്ങി അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മദ്യ വർജനമാണ് UDFന്റെ നയം. കാരണം അത് ജനങ്ങളെ ബോധവൽക്കരിച്ച് അത് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതൊക്കെ തന്നെയാണ്. കാരണം ഇപ്പോഴുള്ള മദ്യഷാപ്പുകളും ബാറുകളും ഒക്കെ ഇനി കൂടുതൽ അനുവദിക്കാതെ ഉള്ളതിൽ നിലനിർത്തി അല്ലെങ്കിൽ അതിൽ കുറച്ചു കൊണ്ടുവന്ന് മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലാതെ ഒരു കാരണവശാലും മദ്യത്തിന് പ്രോത്സാഹനം നൽകേണ്ടതില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തുഫാന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഭേദമന്യ മത എല്ലാവരും, എല്ലാ രംഗത്തുള്ളവരും അതിന് വളരെ പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഓപ്പറേഷൻ തുഫാൻ. കാരണം നമ്മുടെ കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുടെ രോദനങ്ങൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ എങ്ങനെ അതിൽ എത്തിപ്പെട്ടു എന്നുള്ളതല്ല, അതവരെ അതിലേക്ക് എത്തിപ്പെടുത്തുകയാണ് ഈ ലോബി. ആദ്യം ഫ്രീ കൊടുത്തും പിന്നെ പൈസക്ക് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കും. അപ്പോൾ അതിൽ ഒരുപാട് നമ്മുടെ കുട്ടികൾ, യുവാക്കൾ ഒക്കെ അതിൽ പെട്ടുപോകുകയാണ്. അപ്പോൾ അത്തരം ഒരു ഇതിനെ പിടിച്ച് കെട്ടുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന ഈ കർമ്മപരിപാടി വന്നത്. അത് വൻ വിജയമായി. എല്ലാ വിഭാഗം ജനങ്ങളും, രാഷ്ട്രീയ മത ഭേദമന്യേ എല്ലാവരും അതിനനുകൂലിച്ചു.
അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് വൻ വിജയമാണ്. അപ്പോൾ അതിനിടക്ക് ഇങ്ങനെ ഒരു കല്ലുകടി വന്നതിൽ അത് ഒരു പ്രയാസമുണ്ട് ജനങ്ങൾക്കിടയിൽ എന്നതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതിന് എതിർപ്പും വന്നിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് അപ്പോൾ അത് വിപണിയിൽ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കും, അപ്പോൾ അത് സാധാരണ കുട്ടികളൊക്കെ അതിലേക്ക് പോകും എന്ന ആശങ്ക എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്. അത് തീർത്തും ശരിയുമാണ്. അപ്പോൾ ഇത്തരം ഒരു പ്രവണത UDFന്റെ നയത്തിലുമില്ല. ഇന്ന് മുതിർന്ന നേതാക്കളൊക്കെ അത് ചർച്ച ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, കമന്റുകളൊക്കെ കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു മദ്യനയം വരാനും സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്കും സൂചിപ്പിക്കാനുള്ളത്. അത് ഈ പ്രഖ്യാപനത്തോടെ തന്നെ അത് അവസാനിക്കും എന്ന്, അത് മുളയിലെ നുള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ഇറക്കുകയോ അങ്ങനെ വിൽക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. UDF മുന്നണിയുടെ ഒരു മദ്യനയമുണ്ടല്ലോ, അതിന് വിരുദ്ധമായ ഒരു പ്രഖ്യാപനമാണ് ഇത്. അത് എങ്ങനെയൊക്കെ ബഡ്ജറ്റിൽ കയറിക്കൂടി ഒക്കെ ഉണ്ടായിരിക്കാം, അത് തയ്യാറാക്കുന്നതിലെ അപാകതകളോ എന്തൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും അത് നടപ്പാക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് 99.9 ഇങ്ങനെ ഒരു നിയമം വരില്ല എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുത്ത് അത് വിപണിയിൽ കുറഞ്ഞ വിലക്ക് വിൽക്കാൻ ശ്രമിക്കും എന്ന ആ കാര്യം സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുള്ള എതിർപ്പിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററായി മാറിയിരിക്കുകയാണ്. അത് ക്ലോസ് ചെയ്തേ പറ്റൂ എന്ന് തന്നെയാണ് നമുക്കും ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം വീര്യം കുറഞ്ഞത് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീര്യം അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ആളുകൾ കടക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത്തരമൊരു കാര്യത്തിന് ഒരു പ്രോത്സാഹനം ഒരു ഭാഗത്തു നിന്നും കിട്ടേണ്ടതില്ല, അത് നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. വീര്യം കുറഞ്ഞ മദ്യം ഏതാണെങ്കിലും അങ്ങനെ ഒരു ഇടപാട് വിപണിയിൽ ആവശ്യമില്ല. UDFന്റെ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവർജനമാണ്. കാരണം മദ്യം പരമാവധി കുറച്ചു കൊണ്ടുവന്ന് സമൂഹത്തിന് നല്ല ഉണർവ് കൊടുക്കുക എന്നതാണ് UDFന്റെ നയം. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുന്നതും അത് വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നതും ഒക്കെ. നമ്മുടെ സേനക്കൊക്കെ സർവ്വ സ്വാതന്ത്ര്യം ആ കാര്യത്തിൽ നൽകുകയാണ്. കാരണം ഒരു കാരണവശാലും ഒരാളെയും റെക്കമെൻഡ് ചെയ്യാനോ ഒന്നിനും ഒരു നേതാക്കളും വരരുത് എന്ന് തന്നെയാണ് പാർട്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുപ്രകാരം തന്നെയാണ് നമ്മുടെ സേന വൻ വിജയത്തിൽ ഈ ഓപ്പറേഷൻ തൂഫാൻ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കല്ലുകടി പോലെയാണ് ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്ന ഈ ഒരു പ്രഖ്യാപനം വന്നതും. അത് തീർത്തും നടപ്പാക്കുകയില്ല. അത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള എതിർപ്പും അതിന് അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി തന്നെ ഇല്ല എന്ന് തന്നെയാണ് നമുക്കും അതിൽ ഓർമ്മിപ്പിക്കുക. പദ്ധതി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്കും ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം ഇത് സമൂഹത്തിന് ഒരു അനുകൂലമായ തീരുമാനമല്ല, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന തീരുമാനമാണ് എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ മത സംഘടനാ നേതാക്കളും ഒക്കെ ഇന്ന് അത് പ്രസ്താവനയിലൂടെ ഇന്നും ഇന്നലെയും ഒക്കെയായി നിയമസഭയിലും അത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായി മാറി. ഇന്ന് എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും ഒക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടു. അപ്പോൾ മുതിർന്ന നേതാവ് ശ്രീ VM സുധീരൻ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തും ഇന്ന് നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നൽകിയ ആ കത്തിന്റെ ഉള്ളടക്കം എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. തെറ്റായ തീരുമാനം ആര് എടുത്താലും അതിനെ തിരുത്തുക എന്നുള്ളത് സമൂഹത്തിന്റെ കടമയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ വിഭാഗം നേതാക്കന്മാരും ഇന്നലെയും ഒക്കെയായി പ്രസ്താവനകളിലൂടെ അത് തിരുത്താൻ ഉള്ള പ്രോത്സാഹനമാണ് കൊടുത്തത്. ഏതായാലും അത് തിരുത്തപ്പെടും. അങ്ങനെ ഒരു നിയമം വരില്ല എന്ന് തന്നെയാണ് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കുക തീർച്ചയായും. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന ഒരു ബ്രാൻഡ് വിപണിയിൽ വേണ്ട എന്ന് തന്നെയാണ് ഇതിനെ, അതായത് പ്രോത്സാഹനമായി മാറുന്നത്. അപ്പൊ ആ പ്രോത്സാഹനം ഒരിക്കലും നല്ലതല്ല എന്ന് തന്നെയാണ് ഇതിൽ ഓർമ്മിപ്പിക്കാനുള്ളത് തീർച്ചയായും. ഏതായാലും
ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.